ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിൽ തന്നെ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു നല്ല അടിപൊളി പലഹാരം ഉണ്ടാക്കിയാലോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗോതമ്പ് പൊടി ഇഷ്ടമല്ലെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മളെ ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 അച്ച് ശർക്കരയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂണോളം റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10-15 ചെറിയ ഉള്ളി വറുത്ത് വെച്ചതും 1/4 കപ്പോളം തേങ്ങ വറുത്ത് വെച്ചതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഏലക്ക പൊടിച്ചതും അതുപോലെ ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് പാൽ ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തത്. അത് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല പോറിങ് കൺസിസ്റ്റൻസി ആണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. എന്നാൽ നന്നായിട്ട് ലൂസായി പോകാനും പാടില്ല. കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിവിടെ ഈ ഒരു പാനിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അധികം എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇതുപോലെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് കുറച്ചായിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടും ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ അപ്പം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും, നമ്മുടെ അപ്പം വെന്ത് കിട്ടുമില്ല. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. എന്നിട്ട് വെന്തിട്ടില്ല എങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെയല്ല, നിങ്ങൾക്ക് എണ്ണയിൽ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.